ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി.ജെ.പി കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ശക്തമായ തേരോട്ടമാണ് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ട് ബി.ജെ.പി കേരളത്തിൽ മത്സരിക്കുമ്പോൾ മിക്ക പ്രതിപക്ഷ പാർട്ടികളും ഒരു വില തന്നെ ബി.ജെ.പിക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇടതുപക്ഷവും വലതുപക്ഷവും നിലവിൽ കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയെ പേടിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയണം. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ മുരളീധരന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാകുന്നത്. ബി.ജെ.പി അങ്ങനെ തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നും മറ്റു പാർട്ടിയെ പോലെ കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞത്. അത് മാത്രമല്ല കെ മുരളീധരൻ പറയുന്നത്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 4 മാസത്തിന് മുമ്പ് പ്രചാരണത്തിന് വന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പായിരുന്നു എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഒരു പ്രത്യേക മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും സുരേഷ് ഗോപിക്ക് ആണ് വോട്ട് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ ബി.ജെ.പിയുടെ തേരോട്ടം അല്ലെങ്കിൽ വളർച്ച ചെറുതല്ല എന്നത് തന്നെ വ്യക്തമാണ് ഇതിലൂടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കടുത്ത വിരോധിയായിരുന്ന കെ മുരളീധരൻ ഇപ്പോൾ ബി.ജെ.പിയെ ശക്തമായി പിന്തുണയ്ക്കാൻ തുടങ്ങി എന്നതും ബി.ജെ.പിയെ നിലവിൽ സ്നേഹിക്കാൻ മുരളീധരൻ തുടങ്ങി എന്നതിന്റെ ഒരു തെളിവാണ് കെ മുരളീധരന്റെ ഈ പ്രസ്താവന. ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി നേമത്ത് മത്സരിച്ച ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ. പണ്ടൊക്കെ ബി.ജെ.പി വിരോധിയായിരുന്ന മുരളീധരൻ ഇപ്പോൾ പെട്ടെന്ന് ബി.ജെ.പിയോട് കടുത്ത സ്നേഹം കാണിക്കാൻ തുടങ്ങി എന്നതിന്റെ ചേതോവികാരം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു കെ മുരളീധരൻ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപി സിനിമാ നടനായതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചതെന്ന്. പക്ഷെ വാസ്തവം അതല്ല. ബി.ജെ.പി തൃശ്ശൂരിൽ കാണിച്ച ശക്തമായ സംഘടനാ പ്രവർത്തനം അന്ന് തൃശ്ശൂരിൽ ശക്തന്റെ മണ്ണിൽ ബി.ജെ.പിക്ക് വിജയം നേടാൻ സാധിച്ചു എന്നതാണ് വസ്തുത. അന്ന് ബി.ജെ.പി തൃശ്ശൂരിൽ ശക്തമായ പ്ലാനിങ്ങോടുകൂടി, വ്യക്തമായ തിരക്കഥയോടുകൂടി താഴെ തട്ട് മുതൽ എങ്ങനെ അവിടെ ബി.ജെ.പിയെ വിജയിക്കണമെന്ന് ഓരോ സ്റ്റെപ്പും ചടുലമായ ഓരോ ദിവസവും ഓരോ പ്ലാനിങ്ങോടുകൂടി ബി.ജെ.പി അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ബി.ജെ.പി തൃശ്ശൂരിൽ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അതാണ് ഇപ്പൊ മുരളീധരന് വ്യക്തമായി മനസ്സിലായ കാര്യം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടെങ്കിലും വിജയിച്ച ഒരു രീതിയാണ്. കാരണം ശശി തരൂരിന്റെ വിജയം ഒരർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വ്യക്തമാണ്. കാരണം ഇപ്രാവശ്യം 16 വോട്ടുകൾക്ക് മാത്രമാണ് ശശി തരൂർ വിജയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ പറഞ്ഞത് ഇനി ഞാൻ എം പി ആയിട്ട് തിരുവനന്തപുരത്ത് മത്സരിക്കില്ല എന്ന്. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ബി.ജെ.പി അടുത്തിടെ കൊച്ചിയിൽ ഒരു യോഗം ചേരുകയുണ്ടായി. അതിന്റെ ബൂത്ത് തിരിച്ചുള്ള വോട്ടിംഗ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം നഗരത്തിലെ 70 വാർഡുകളിൽ ബി.ജെ.പി ഒന്നാമതെത്തിയിരിക്കുന്നു. 100 വാർഡ് ഉള്ളതിൽ 13 സ്ഥലത്ത് രണ്ടാമത് ബി.ജെ.പി എത്തിപ്പെട്ടു. ഇടതുമുന്നണി ഭരിക്കുന്ന നഗരസഭയിൽ 34 വാർഡുകളാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളത്. ഇതിൽ ഒരു വാർഡ് ഒഴികെ എല്ലായിടത്തും ബി.ജെ.പി ഒന്നാമതെത്തി. ചെമ്പഴന്തിയാണ് 2ാം സ്ഥാനത്തേക്ക് പോയ സിറ്റിംഗ് സീറ്റ്. 25 മണ്ഡലങ്ങളിൽ 50% മുകളിൽ വോട്ട് സ്വന്തമാക്കിയാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ കണക്കുകൾ കൊണ്ട് തന്നെ LDFനും UDFനും ഒരുപോലെ ബി.ജെ.പിയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നത് വ്യക്തമാണ്. ബി.ജെ.പിയുടെ വളർച്ച കേരളത്തിൽ വലിയ പ്രയാസമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2026 വരുന്ന നിയമസഭയിലുമൊക്കെ ബി.ജെ.പി ഒരുപക്ഷെ വലിയൊരു കേരളത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ പാർട്ടിയായി, ശക്തമായ ഒരു പ്രതിപക്ഷ പാർട്ടിയായി മാറാം, അല്ലെങ്കിൽ ബി.ജെ.പി തന്നെ കേരളത്തിൽ ഭരിക്കാം എന്നൊരു സാധ്യതയ്ക്കാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം LDFന്റെ ഒക്കെ സിറ്റിംഗ് സീറ്റുകളാണ് ബി.ജെ.പി ഇപ്പോൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നത്. UDFന്റെ സീറ്റുകളും ബി.ജെ.പി ഇപ്പോൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഒരു വളർച്ച നമ്മൾ ഏത് രീതിയിൽ ബി.ജെ.പി നമ്മൾ കുറ്റം പറഞ്ഞാലും അവരുടെ വളർച്ച ഓരോ മണ്ഡലങ്ങളിലും ബി.ജെ.പിയുടെ വളർച്ച, വോട്ട് വർധനയൊക്കെ ആ രീതിയിലേക്കാണ്. കേരളവും ഇനി ബി.ജെ.പി പിടിച്ചടക്കാം എന്ന രീതിയിലേക്കാണ് സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ ബി.ജെ.പിയോട് ഒരു പ്രത്യേകമായിട്ടൊരു സ്നേഹം ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിൽ ഇപ്പോൾ അടിയുടെ വൻ പൂരമാണ്. തൃശ്ശൂർ പൂരം കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുകയാണ്. വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ഇപ്പം മന്ത്രി കസേരയ്ക്ക് വേണ്ടിയൊക്കെ അടിച്ച് പിരിഞ്ഞൊരു വക്കിലാണ് നിൽക്കുന്നത്. പക്ഷെ മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമേ ഇവര് ചിരിച്ച് തോളത്തെ കൈയിട്ടൊക്കെ നിൽക്കുന്നു എങ്കിലും അകത്ത് KPCC ഓഫീസിന്റെ അകത്ത് അടിപൂരമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഇപ്പോൾ കെ മുരളീധരൻ ആരും ഒരു വില പോലും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കരിയപ്പല രീതിയിലുള്ള വിലയാണ് കെ മുരളീധരന് കോൺഗ്രസ്സുകാർ കൊടുക്കുന്നത്. അപ്പൊ ഇനി അവിടെ ഇരുന്നിട്ട് ഇനി കാര്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനി ബി.ജെ.പിയിലേക്ക് പോകാനും വേണ്ടി നിൽക്കുന്നത്. LDFിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ ബി.ജെ.പിക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പദവി കിട്ടും. ഇപ്പോൾ പത്മജ വേണുഗോപാലിന് കിട്ടിയതുപോലെ ഒരു പദവി മുരളീധരന് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മുരളീധരൻ ബി.ജെ.പിയിലേക്ക് ചാടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്.